ഹായ്, ഇന്ന് നമുക്ക് മലബാർ സൈഡിലൊക്കെ റംസാൻ്റെ നോയമ്പ് സമയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാൽ വാഴക്കയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ചൗവരി അരമണിക്കൂർ കുതിർത്ത്. ചൗവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന സാബുദാന എന്ന് പറയുന്ന സാധനമാണ്. അത് ചേർക്കുന്ന വീഡിയോ ഇതിലേക്ക് എടുക്കാൻ മറന്നുപോയി. സോ അതുകൊണ്ട് 1/4 കപ്പാണ് എടുത്തിരുന്നത്. അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചൗവരി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തീ കുറച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കണം, ഇല്ലെങ്കിൽ ചൗവരി അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചൗവരിയുടെ കളർ ഇപ്പോൾ ഒരു വെളുപ്പ് നിറമാണ്, അത് മാറി ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരണം. അത്ര നേരം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചൗവരി വെന്തതിന് ശേഷം ഒരു ഏത്തപ്പഴം, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് പഴം ഒന്ന് വേവിച്ചെടുക്കണം. പഴം അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു 2 മിനിറ്റ് നമുക്കതും ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു മീഡിയം റൈപ്പ് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത് പോകരുത്, കാരണം ഒരുപാട് പഴുത്ത് പോയാൽ പഴം ഉടഞ്ഞു പോവും. തീരെ പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടാവും. സോ ഒരു മീഡിയം റൈപ്പായിട്ടുള്ള പഴുത്ത പഴം വേണം നമ്മളിതിനായിട്ട് എടുക്കാനായിട്ട്. നല്ലോണം ഇളക്കി കൊടുത്ത് പഴം ഒന്ന് ഏകദേശം വെന്ത് വരുമ്പം നമുക്കിതിലേക്ക് 1/2 ലിറ്റർ തിളപ്പിച്ച പാൽ ആ ചൂടോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു മീഡിയം മധുരം, ഓവർ മധുരമൊന്നും ഇല്ലാത്ത ഒരു മീഡിയം മധുരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ മധുരം മതി എന്നുള്ളവർക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ടേസ്റ്റ് ബാലൻസിനായിട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതൊന്ന് തിളച്ച് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത പഞ്ചസാരയിലെ മധുരം പഴത്തിലും ചൗവരിയിലും ഒക്കെ നല്ലതുപോലെ പിടിച്ചു വരണമല്ലോ. സോ അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇതിരിക്കും തോറും കുറുകുന്ന ഒരു ഡിഷാണ്. സോ തീരെ വെള്ളം വറ്റി പോകരുത്. ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉള്ളപ്പോൾ തന്നെ നമ്മളിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് നെയ്യിൽ വറുത്ത കശുവണ്ടിയും മുന്തിരിയും കൂടി ഡിഷിലേക്ക് ചേർത്ത് കൊടുത്താൽ പാൽ വാഴയ്ക്ക തയ്യാറായിട്ടുണ്ട്. ഈ ഏത്തപ്പഴമൊക്കെ നമുക്കറിയാം, വീട്ടിൽ വാങ്ങി വെച്ചാൽ കുട്ടികളൊന്നും കഴിക്കില്ല, പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു ഡിഷാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ പാൽ വാഴയ്ക്കൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടവും വളരെ സ്വീറ്റായിട്ടുള്ളൊരു ഡിഷാണ്. പഴം അങ്ങനെ ചീത്തയായി പോവില്ല, അവർ കഴിക്കുകയും ചെയ്യും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണം കേട്ടോ. ബൈ.